ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ ബി ഗ്രേഡ് എക്സാമിനെ കുറിച്ചിട്ടാണ്. റിട്ടേൺ എക്സാം ആണ്. അപ്പൊ ആർക്കാണ് ബി ഗ്രേഡ് റിട്ടേൺ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത്? NCVT ITI അല്ലെങ്കിൽ KGC ITI. ഈ ITI കഴിഞ്ഞിട്ട് നമുക്ക് വയർമാൻ പെർമിറ്റ് എടുക്കണം. ഈ വയർമാൻ പെർമിറ്റ് എടുത്തിട്ട് 2 കൊല്ലത്തെ വയറിംഗ് സംബന്ധമായ പരിചയമുള്ളവർക്കാണ് നമുക്ക് ബി റിട്ടേൺ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ പിന്നെ ലൈസൻസിങ് ബോർഡിന്റെ വയർമാൻ പരീക്ഷ എഴുതി പാസ്സായവര് പാസ്സായവർക്ക് 5 വർഷത്തെ പ്രവൃത്തി പരിചയം വേണം. ഈ 5 വർഷത്തെ പ്രവൃത്തി പരിചയം എന്ന് പറയുമ്പോൾ പെർമിറ്റ് കിട്ടിയതിനു ശേഷം 4 വർഷം. നമ്മളിപ്പോൾ അപ്രന്റീഷിപ്പ് ചെയ്യുവാണെങ്കിൽ 1 ഇയർ അപ്രന്റീഷിപ്പ് കൺസിഡർ ചെയ്യും. അതിനുശേഷം പെർമിറ്റ് കിട്ടിയതിനു ശേഷം 4 വർഷം. അങ്ങനെ 4+1 ആകെ 5 വർഷത്തെ ഇത് മതി. അല്ലെങ്കിൽ C ക്ലാസ് ലൈസൻസ് ലഭിച്ചിട്ട് 10 വർഷത്തെ തുടർച്ചയായ പ്രായോഗിക പരിചയം വേണം. 10 ഇയർ വേണം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വയർമാൻ പെർമിറ്റ് ITI കഴിഞ്ഞിട്ട് വയർമാൻ പെർമിറ്റ് കിട്ടിയേക്കണമെങ്കിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയം മതി. ഇനി വയർമാൻ പെർമിറ്റ് എക്സാം എഴുതിയാൽ കിട്ടിയേക്കണമെങ്കിൽ 5 വർഷത്തെ പ്രവൃത്തി പരിചയം. അത് 1 ഇയർ അപ്രന്റീഷിപ്പും പിന്നെ 4 ഇയർ എക്സ്പീരിയൻസ് കാണിച്ചാൽ മതി, പ്രവൃത്തി പരിചയം കാണിച്ചാൽ മതി. C ക്ലാസിന്റെ വെച്ചിട്ടാണ് നമ്മൾ സൂപ്പർവൈസർ ലൈസൻസ് അപ്ലൈ ചെയ്യണമെങ്കിൽ 10 ഇയർ 10 വർഷത്തെ പ്രവൃത്തി പരിചയം കാണിക്കണം. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് അതിന്റെ എലിജിബിലിറ്റി യോഗ്യതകൾ പറയുന്നത്. പിന്നെ വിദ്യാഭ്യാസ യോഗ്യതകൾ പറയുന്നത് യോഗ്യത 1, 3 ഒഴികെയുള്ള അപേക്ഷകർ SSLCയോ അല്ലെങ്കിൽ തത്തുല്യമായ പരീക്ഷയോ പാസ്സായിരിക്കണം. 1, 3 എന്ന് പറഞ്ഞാൽ C ക്ലാസ് ലൈസൻസിനാണെങ്കിൽ SSLC പാസ്സായില്ലെങ്കിലും കുഴപ്പമില്ല. ബാക്കി 2 ഇതിനും ITI അല്ലെങ്കിൽ ലൈസൻസിംഗ് ബോർഡിന്റെ വയർമാൻ പരീക്ഷ എഴുതിയിട്ട് 5 വർഷത്തെ പ്രവൃത്തി പരിചയം കാണിച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്യൂല. അപ്പൊ അതിനൊക്കെ ഇപ്പൊ 10th പാസ്സാവണം. 10th നിങ്ങൾ പാസ്സായിട്ടില്ല, നിങ്ങൾക്ക് വയർമാൻ പെർമിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം എന്തെടുക്കണം? C ക്ലാസ് കോൺട്രാ ലൈസൻസ് എടുക്കണം. എന്നിട്ട് 10 വർഷത്തെ പ്രവൃത്തി പരിചയം കാണിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി 10th പാസ്സാണ്, വയർമാൻ പെർമിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഓപ്ഷന് പോകേണ്ട ആവശ്യമില്ല. ഈ 5 ഇയർ എന്ന് പറഞ്ഞാൽ 5 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള അത് വയർമാൻ പെർമിറ്റ് വെച്ചിട്ട് ആണ് അപേക്ഷ കൊടുക്കേണ്ടത്. C ക്ലാസ് കോൺട്രാ ലൈസൻസ് വെച്ചിട്ടല്ല, വയർമാൻ പെർമിറ്റിന്റെ വെച്ചിട്ടുള്ള എക്സ്പീരിയൻസ് കാണിച്ചിട്ടാണ് നമ്മൾ ആ സെക്കൻഡ് ഓപ്ഷനിലേക്ക് പോകുന്നത്, രണ്ടാമത്തെ ഈ ഓപ്ഷനിലേക്ക് പോകുന്നത്. ഓക്കെ, പിന്നെ 890 രൂപ ഫീസ് നമ്മൾ സംരക്ഷ ആപ്പ് വഴിയൊക്കെ നമുക്ക് അതിന്റെ പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി വയർമാൻ റിട്ടേൺ എക്സാമിന് നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ ഡിപ്ലോമ ഇല്ലാണ്ട് തന്നെ ഡിപ്ലോമ ലെവലിലുള്ള ഒരു സൂപ്പർവൈസർ ലൈസൻസ് എടുക്കാനാണ് നമ്മൾ നോക്കുന്നത് ബി റിട്ടേൺ എക്സാമിലൂടെ, അല്ലെ? അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഡിപ്ലോമയുടെ സിലബസ് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇതിന്റെ എക്സാമിന് വരുന്നത്. അപ്പൊ അതിന് ആദ്യം തിയറി പേപ്പറാണ് വരുന്നത്. അപ്പൊ ഈ തിയറിയുടെ ട്രെയിനിങ് ആണ് MTTC നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടുന്നത്. അപ്പൊ അത് നമുക്ക് 4 മന്ത് 4 മാസം ഡ്യൂറേഷൻ വരുന്ന കോഴ്സാണ്. അപ്പൊ അതിൻ്റെ അകത്ത് ഇതുപോലെ തന്നെ പേപ്പർ 1 ഉണ്ട്, പാർട്ട് 1 ഉണ്ട്. പാർട്ട് 1ലാണ് തിയറി വരുന്നത്. പാർട്ട് 2 എന്ന് പറഞ്ഞ പ്രാക്ടിക്കല്. പാർട്ട് 1ൽ തന്നെ പേപ്പർ 1 ഉണ്ട്. പേപ്പർ 1 എന്ന് പറഞ്ഞാൽ ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. അപ്പൊ അതിന്റെ പ്രിൻസിപ്പിൾ ഓഫ് ഇലക്ട്രിസിറ്റി, ഇലക്ട്രോമാഗ്നറ്റിസം, മെറ്റീരിയൽസ്, സർക്യൂട്ട്സ്, അങ്ങനെ ജനറേഷൻ ഓഫ് ഇലക്ട്രിസിറ്റി, ട്രാൻസ്ഫോമർ, മോട്ടർ, ബാറ്ററി, ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ ലൈൻസുകൾ, അങ്ങനെ കാര്യങ്ങളാണ്. ഇനി പേപ്പർ 2 എന്ന് പറഞ്ഞാൽ ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷൻ ലെവലിലുള്ള കാര്യങ്ങളാണ് പാർട്ട് പേപ്പർ 2 വരുന്നത്. ഓക്കെ, പിന്നെ വരുന്ന ഡിസൈൻ ഓഫ് ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷൻ, ലോഡ് സർവേ, സെലക്ഷൻ ഓഫ് എക്യുപ്മെന്റ്സ്, MCB അങ്ങനെയുള്ള സാധനങ്ങൾ, പിന്നെ പ്രൊട്ടക്ഷൻ, എർത്തിങ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, കേബിൾ ജോയിനിങ്, ക്ലിയറൻസുകൾ, അങ്ങനെ ഇലക്ട്രിക്കൽ നമ്മൾ പാൻ ബോർഡിന്റെ വർക്കുകളും വയറിംഗ് വർക്കുകളും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ആപ്ലിക്കേഷൻ ലെവലിലുള്ള കാര്യങ്ങളാണ്. അത് പിന്നെ CT സ്കാൻ, എക്സ്റേ പോലെയുള്ള സ്പെഷ്യൽ എക്യുപ്മെന്റ്സുകൾ, ടെസ്റ്റിംഗ്, മെയിൻ്റനൻസ്, അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ റൂൾസ്, ഇലക്ട്രിസിറ്റി ആക്ട്, അങ്ങനത്തെ റൂൾസ് കാര്യങ്ങൾ. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ഈ പേപ്പർ 2 വരുന്നത്. അപ്പൊ പാർട്ട് 1ൽ തന്നെ പേപ്പർ 1 ഉണ്ട്, പേപ്പർ 2 ഉണ്ട്. പേപ്പർ 1 ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ, പേപ്പർ 2 ഇലക്ട്രിക്കൽ ആപ്ലിക്കേഷൻ ലെവലിൽ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ഇതിന്റെ ട്രെയിനിങ് ആണ് MTTC പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ 4 മാസത്തെ 4 മന്ത് ഡ്യൂറേഷൻ വരുന്ന കോഴ്സാണ്. ഇനി നമുക്ക് അതിനകത്ത് പ്രോബ്ലംസ് ചെയ്യാനുണ്ട്, അതുപോലെ തിയറി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, പിന്നെ നമുക്ക് സ്കീം വരയ്ക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻ സാമ്പിൾസ് വരുന്നത്.